ഞാൻ ആദ്യമായിട്ട് സീരിയൽ അഭിനയിക്കുന്നത് യക്ഷിയായിട്ടാണ്. എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ വശ്യ സൗന്ദര്യം കാണുമ്പോൾ എല്ലാവരും യക്ഷി സൗന്ദര്യം എന്നൊക്കെ പറയില്ല, അത്തരത്തിലൊക്കെ ആരെങ്കിലും എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല അങ്ങനെയാണോ? യക്ഷിയുടെ അങ്ങനെ look ഉണ്ടോ? എന്നോട് എല്ലാവരും പറയാറുള്ളത് യക്ഷിയുടെ ഒരു സൗന്ദര്യം അങ്ങനെ പറയാറില്ല, പക്ഷെ ഈ ഒരു ദേവിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടോ അല്ലെ ദൈവികമായിട്ടുള്ള ഒരു മുഖാണെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ശരീരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഈ റീൽസിലൊക്കെ കാണുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര അട്രാക്ഷൻ തോന്നും. അപ്പോൾ ഒരു വശ്യ സൗന്ദര്യം കൂടെ ആവുമ്പോൾ ആ ഒരു യക്ഷിയൊക്കെ പോലൊക്കെ സങ്കല്പിക്കാൻ എനിക്കും തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, എനിക്ക് അങ്ങനെ ചിന്തിച്ചതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമാണ്. ഈ ഒരു സർവൈവൽ പീരീഡ് കടന്നു വന്ന ആളാണ്, അപ്പം ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആവുന്നുണ്ട്. ഇപ്പോൾ ആ ജീവിതമൊക്കെ എങ്ങനെയാണ് ഒരു സ്ത്രീ ഇങ്ങനെ സർവൈവ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ്. അപ്പോൾ ഈ പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും മനസ്സിനകത്ത് ഊർജം നമ്മൾ സ്വയം കണ്ടെത്തണ്ടേ? ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കാൻ നിന്നവരൊക്കെ ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എങ്ങനെയായിരുന്നു ആ കാലഘട്ടം? ആ ഒരു കാലഘട്ടം ശരിക്കും ഇപ്പൊ ഒരു 8-9 വർഷമായി ആക്ച്വലി അത്. പക്ഷെ അതിനുശേഷം എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മൂമ്മ ഞങ്ങൾ 3 സ്ത്രീകൾ മാത്രമുള്ള ഒരു വീട്ടിലാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നതും ഞാൻ എൻ്റെ അമ്മയെ ഇങ്ങനെ വിട്ടു നിന്നിട്ടില്ല. ഇപ്പം നമ്മൾ പ്രോഗ്രാമിന് പോയാൽ പോലും വെളിയിലാണെങ്കിൽ പോലും പ്രോഗ്രാമിന് പോകുമ്പോൾ ഞാനും അമ്മയും കൂടെ പോകാറുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് വരെ ഒരിടത്തും പോയിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊരു 49 ദിവസം മാറി നിന്നപ്പോൾ ആദ്യം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് വേറൊരു സ്ഥലം, അതുപോലെ നമ്മൾ സിനിമയിൽ ഞാൻ ഈ ജയിൽ അങ്ങനെയൊക്കെയുള്ള സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഇവിടെ വരുമ്പോൾ നമുക്ക് വേറെ ചിന്തകളായിരിക്കും, ഇതിനകത്ത് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ അങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ ഞാൻ അവിടെ ചെന്നു, എനിക്കൊരു ഒരാഴ്ചത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമില്ല, നമ്മളൊരു ജയിലിനകത്ത് അഴിക്കകത്ത് നമുക്ക് പ്രത്യേകിച്ച് പരിഗണന ഒന്നും ഉണ്ടായിരുന്നില്ല. പായിട്ട് തന്നെ കിടക്കണം. പിന്നെ ഒരു ചെറിയ ഇതെന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ആൾക്കാരുടെ ഇടയിലല്ലായിരുന്നു ഞാൻ, ഒരു 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ ആ റൂമിൽ. അങ്ങനെ ഒരു പരിഗണന മാത്രമേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ഒത്തിരി ആൾക്കാരുടെ മറ്റേത് പറഞ്ഞാൽ ഒരു സെല്ലിനകത്ത് തന്നെ കുറഞ്ഞൊരു 12-14 പേരൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെ ഒരു പരിഗണന എനിക്ക് കിട്ടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരാഴ്ചത്തേക്ക് എനിക്ക്, കാരണം അവിടെ ഫാൻ യൂസ് ചെയ്യാൻ പറ്റില്ല, ഇടിക്കില്ല, കൊതുകിന്റെ ശല്യം. അപ്പൊ ഒരാഴ്ചയൊക്കെ എൻ്റെ അമ്മ എന്നെ കാണാൻ വരുമ്പോൾ പോലും എൻ്റെ മുഖമൊന്നും ഇങ്ങനൊന്നും ആയിരുന്നില്ല. അതുപോലെ ഫുൾ കൊതുക് അടിച്ചിട്ട് അവർക്ക് ക്രീമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഒരാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ 49 ദിവസം കിടന്ന് നമുക്ക് പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ എല്ലാവരെയും വളരെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് അങ്ങനെ ഒരാളുടെ ദേഷ്യമോ അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞ ആണല്ലേ ആയിക്കോട്ടെ എന്നാ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ, വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അത് പാടില്ല, അധികം ആരെയും വിശ്വസിക്കരുന്ന ഒരു പാഠം ഞാൻ പഠിച്ചു അതിൽ നിന്ന്. രണ്ടാമത് പലതരത്തിലുള്ള പല സ്വഭാവക്കാരെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും.